എല്ലാവരുടെയും ബ്ലെസ്സിങ്സും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ ഷീ കെയർ മിഷൻ 2026 തുടക്കം കുറിക്കും. ഷീ കെയർ എന്ന് പറഞ്ഞ ഈ മിഷൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി സ്കൂളുകൾ കോളേജുകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കൂടി അടിച്ച് വെക്കും. ആർത്തവ ശുചിത്വം എൻ്റെ വിഷ്ണുവിനെ കുറിച്ച് എൻ്റെ ഫോട്ടോയും ഇതെന്താന്ന് മനസ്സിലാവില്ലു. അപ്പോൾ ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആദർശികമായിട്ടൊരു ഗർഭാശയ ക്യാൻസറിൻ്റെ ബോധവൽക്കരണ ക്യാമ്പയിൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. കാരണം അതിൻ്റെ കാരണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ, ആർത്തവം എങ്ങനെ ഇതിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ, അപ്പം എനിക്കിതെല്ലാം പുതിയ അറിവുകളായിരുന്നു. അപ്പം എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത 100 കണക്കിന് സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ അമ്മമാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, ജോലിക്ക് വന്ന സ്ത്രീകളുണ്ട്. അവർക്കും ഇതെല്ലാം പുതിയ അറിവുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഷോക്കിംഗ്. സ്ത്രീകൾക്ക് പോലും ആർത്തവ ശുചിത്വം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മളിങ്ങനൊരു ക്യാമ്പയിനുമായിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പം ഞാനെന്താണ് ഇതിൻ്റെ ഭാഗമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരൊറ്റ ഉത്തരവുള്ളൂ. എനിക്കൊരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം എന്നെ ഈ പറഞ്ഞ ആർത്തവത്തെ കുറിച്ചുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ, കാഴ്ചപ്പാട് തന്നെ മാറ്റിയത് ഈ അവയർനെസ് ക്ലാസ് ആയിരുന്നു. ഇതൊരു 1 hour സെഷനാണ്. നമുക്ക് എന്താണെന്നൊന്ന് ചെറിയൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അതൊന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഡോക്ടർ റോണിയെ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അപ്പം നമ്മൾ very good morning to everyone. To start off, I think ഇങ്ങനൊരു ഇഷ്യൂവിനെ ഇത്രയും men ഉണ്ടാവും not to expect ചെയ്തില്ല. So I think a round of applause for all the men who showed up today. And Sudha ma'am, I think you are a true warrior. Hearing it from someone who has won the battle is very different from randomly hearing stories on Instagram and WhatsApp. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു 10 years മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൂവീസിലൊക്കെ കാണാറുണ്ട് that the hero of the character, hero of the movie, he'll come and say സാനിറ്ററി നാപ്കിൻസ് ഒക്കെ കണ്ടിട്ട് ഇതെന്താ സാധനം, പരസ്യമൊക്കെ കാണാറുണ്ടല്ലോ, ബ്രെഡ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് നിന്ന് ആ ഒരു ജെന്റിൽമെൻ ഐഡിയോളജിന്ന് we've moved to a time where gentlemen today know what the struggle is. They want to help the others in the society also cope up with their struggles. ഇപ്പോൾ പീരിയഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ടാബോ. അതിൽ നിന്ന് മാറിയിട്ട് വി ആർ ഹിയർ അറ്റ് എ സ്പേസ് വെയർ ഇറ്റ്സ് ഫ്രീ ആൻഡ് സേഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഇഫ് യു ആർ ബോൺ ആസ് എ ഫീമെയിൽ, ഒരു ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ലിവിങ്ങിന് ശേഷം നമ്മൾ എപ്പോഴും കേൾക്കുന്നതും യൂസ് ചെയ്യുന്നതും ഒക്കെ ഒരു സാധനമാണ് ഈ പാഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം. ആൻഡ് ദ മൊമെന്റ് life starts changing, sanitary napkins feel like a blessing because it feels like your life is back to normal because a good pad can restore the quality of life like anything. പക്ഷേ അത്ര ഡിവൈനായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടും നമ്മൾ വിചാരിക്കുന്ന പാഡ്സിലൊക്കെ ഇപ്പം കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ദാറ്റ് there are substances which are carcinogenic or ഈ പറയുന്ന endocrine disruptors എന്നൊക്കെ. So being able to use something as organic as Caring Safe, I think it's a game changer for us as women. പിന്നെ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ്സിൽ നമുക്കൊക്കെ അറിയാം, വേൾഡിൽ പല സ്ഥലത്തും ബാൻ ചെയ്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. മെയിൻലി ബിക്കോസ് ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ. ഇപ്പോൾ ഓർഗാനിക് വെജിറ്റബിൾസ് കഴിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇറ്റ് കോസ്റ്റ് എ ഫോർച്യൂൺ ടു ബൈ ഓർഗാനിക് വെജിറ്റബിൾസ് എവറി മന്ത്. അപ്പോൾ being affordable is also a very important thing to use good quality products. And Caring Safe പറഞ്ഞ വിഷ്ണു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ the ideology that they want to make it affordable, they want to create this awareness itself is a very divine purpose. Thank you so much for having me here. I feel honored to be a part of it. നമ്മളൊരു സൊസൈറ്റി ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാവുന്നത് is when we are able to എന്താ ഇൻഡിവിജ്വൽ സക്സസിന് മുകളിൽ നമ്മളൊരു സ്ട്രേഞ്ചറിനെ എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം we are willing to join hands to make everyone's life better. I think Kerala has always done that. Pandemic avate, floods avate, we've always joined hands to make everyone's life better. So thank you everyone, media friends. Thank you so much, and you're looking very pretty. എല്ലാവരും ഇന്ന് ഓണത്തിൻ്റെ ഒരു ഭംഗി എല്ലാവരുടെയും മുഖത്തുണ്ട് അല്ലേ. നമ്മൾ മലയാളികളുടെ ഏറ്റവും എന്താ പറയുക, നമ്മുടെ നാടിനെ തന്നെ ഭംഗിയാക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ വരാൻ പറ്റി ഫോർ എ ഗുഡ് കോസ്.
ഇവിടെ നിൽക്കണു. എല്ലാവർക്കും ആദ്യം തന്നെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ മാം, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ വിഷ്ണു ഇവിടെ വിളിച്ച് വരുമ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൈക്ക് ഇതൊരു സഹായനിധിയാണ് എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത ഫോർ പീപ്പിൾ ഹൂ അഫക്റ്റഡ് വിത്ത് ഈ ഒരു ക്യാൻസർ. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, ലൈക്ക് നമ്മുടെ ലൈഫിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ നമ്മൾ ആ ഒരു ലക്ഷറി നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നു വിത്തൗട്ട് എനി എന്താ പറയുക ഡിസീസ് എന്നുള്ളതിനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യണോ അതോ ഇവരുടെ വിഷമത്തിൽ ഞാൻ പങ്കെടുക്കണോ വേണ്ടത് എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. സോ ഐ അണ്ടർസ്റ്റുഡ് ബിയോണ്ട് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് മെൻ കെയിം ടുഗെദർ ഫോർ സച്ച് എന്താ പറയുക കെയർ ആൻഡ് സേഫ് അല്ലേ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് ഇറ്റ്സ് ഹാർട്ട്സ് ഓഫ് ദ ടീം. മാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം ഓഫ് പീപ്പിൾ ഞാനിവിടെ കണ്ടു. അതിലൊരു സ്ത്രീനെ പോലും ഞാൻ കണ്ടില്ല. ആൻഡ് ദ കോസ് വാസ് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമായിരുന്നു എന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം മെൻസ്ട്രൽ ഹെൽത്ത്, കംഫേർട്ട്, അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ വളരെയധികം സംസാരിക്കുന്ന ഒരു കാലത്ത് ദേ ഓൾ ആർ കമ്മിങ് അപ്പ് വിത്ത് ഒരു ഇനിഷ്യേറ്റീവാണ്. ഞങ്ങൾ മാർഷൽ ആർട്ട് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് സാർ പറയും, ഈ വെപ്പൺ തരുമല്ലോ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം കത്തി കൊണ്ട് തരുമ്പോൾ ആൺകുട്ടികളൊക്കെ ചിരിക്കും. അപ്പോൾ സാറ് പറയും, ഈ കത്തി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാരാണ്. അവർക്ക് അതുകൊണ്ട് കരയ്ക്കരിയാനും അറിയാം, ഒരാളെ കൊല്ലാനും പറ്റും. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദെയർ പവർ എന്ന് പറയണ പോലെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു വീട്ടിലെ ഹെൽത്ത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഹെൽത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയിൽ നിന്നാണ് അല്ലേ, നമ്മളുടെ സ്ത്രീകളിൽ നിന്നാണ്. അവരാണ് എപ്പോഴും ഈ അടുക്കളയിൽ പണിയെടുക്കുന്ന ആൺകുട്ടികളെ എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ അമ്മമാരാണ് അവിടെ ആ ഒരു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അപ്പം നമ്മളുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവരുടെ ഹെൽത്തിനെ അവരെ കെയർ ചെയ്തുകൊണ്ട്, അവരെ കണ്ടുകൊണ്ട് ഇന്നത്തെ കാലത്ത് പീപ്പിൾ ആർ കമ്മിങ് ഔട്ട് ആൻഡ് ഈ കാര്യങ്ങളിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് അവർ സംസാരിച്ചു. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ദം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ എനിക്കിവിടെ വരാൻ പറ്റി വളരെയധികം സന്തോഷം. താങ്ക് യു വിഷ്ണു ആൻഡ് ദ എൻറ്റയർ ടീം. ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതുപോലെ നമ്മുടെ അമ്മമാർ ഇവിടെ കുറേ പേരുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം കുറേ ഒത്തിരി ഒത്തിരി നന്മയുള്ള കാര്യങ്ങൾ, നന്മയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയാൻ സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കുചേരുന്നത്. കുറച്ച് ലേറ്റായി പോയി, സോറി. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ഇതിന് പാട്ടാവാൻ പറ്റിയതിൽ. നന്നായിട്ടിത് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. പറയാം. താങ്ക് യു. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. പിന്നെ വിഷ്ണു ചേട്ടൻ അതുപോലെ തന്നെ എല്ലാ ടീംസിനോടും താങ്ക് യു. വേറൊന്നും പറയാനിരിക്കാറില്ല. സോ താങ്ക് യു.